ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിച്ചൺ പെറ്റൽസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഹോർലിക്സ് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഗോതമ്പൊടിയും പാൽപ്പൊടിയുമാണ് മെയിനായിട്ട് വേണ്ടത്. നമ്മൾ ഇതിനകത്ത് പ്രത്യേകിച്ച് കെമിക്കൽസ് അല്ലെങ്കിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് എങ്ങനെയാണ് ഹോം മെയ്ഡ് ആയിട്ടുള്ള ഹോർലിക്സ് റെഡിയാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനലിൽ ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് കാണാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു അരിപ്പ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഗോതമ്പ് പൊടിയാണ്. 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഞാൻ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂട്ടണമെങ്കിൽ കൂട്ടാം. ഇനി നമുക്ക് ഈ ഗോതമ്പ് പൊടി ഒന്ന് വറുത്തെടുക്കണം. അതായത് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മാത്രം മതിയായിരിക്കും. അതുകൊണ്ട് ഫ്ലെയിം ലോയിൽ തന്നെ ഇടാനും ശ്രദ്ധിക്കുക. കൈവിടാതെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. കരിയാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരുന്നവരെ വറുത്തെടുത്താൽ മതി. ഇപ്പോൾ ഇതിന്റെ കളർ ചെറുതായിട്ട് മാറി വരുന്നുണ്ട്. നമ്മളിങ്ങനെ കയ്യിലെടുത്ത് ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കുമ്പോഴത്തേക്ക് നല്ല ക്രിസ്പി ആയിട്ട് തോന്നണം. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ സെപ്പറേറ്റ് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ്. വറുത്ത് വെച്ച ഗോതമ്പൊടി ചൂടാറി കിട്ടിയിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് പാൽപ്പൊടിയാണ്. നമ്മൾ ഗോതമ്പൊടി എടുത്ത് അതേ അളവിൽ തന്നെ പാൽപ്പൊടി എടുക്കണം. ഗോതമ്പൊടി 1/2 കപ്പാണ് എടുത്തത്. അതുകൊണ്ട് ഞാൻ പാൽപ്പൊടി 1/2 കപ്പാണ് എടുത്തേക്കുന്നത്. നിങ്ങൾ അതിൽ കൂടുതൽ എടുക്കുകയാണ് ഗോതമ്പൊടിയെങ്കിൽ പാൽപ്പൊടിയും അതനുസരിച്ച് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് ഇതിൻ്റെ ഒരു കണക്ക്. അതേപോലെ പാൽപ്പൊടി എടുക്കുമ്പോൾ നല്ല ബ്രാൻഡിൻ്റെ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. അതിനായിട്ട് ഞാൻ 1/4 കപ്പ് വരുന്ന പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങളുടെ ആവശ്യാനുസരണം പഞ്ചസാര ഇതിലും കൂടുതലും കുറവും ഒക്കെ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കശുവണ്ടി പൊടിച്ചത് 1/2 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കശുവണ്ടിക്ക് പകരം ബദാം ചേർക്കാം. ഇനി ഇത് രണ്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് കപ്പലണ്ടി പൊടിച്ചത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കശുവണ്ടി ഞാൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ടാണ് അത് പൊടിച്ചെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ കപ്പലണ്ടിയാണ് എടുക്കുന്നതെങ്കിലും അതും ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വേണം എടുക്കാനായിട്ടും. പിന്നെ കപ്പലണ്ടിയുടെ തൊലി കളയാനായിട്ടും ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇത് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു പ്രാവശ്യം കൂടി ഇതൊന്ന് ഗ്രൈൻഡറിലൊന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പം ഞാൻ ഗ്രൈൻഡറിൽ നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഹോർലിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഫ്ലേവർ ചേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ 2 ഫ്ലേവറിൽ കാണിക്കാം. അതായത് ഒന്ന് ചോക്ലേറ്റ് ഫ്ലേവറിലും ഒന്ന് നോർമൽ ഫ്ലേവറിലും കാണിക്കാം. അതിനായിട്ട് ഞാൻ 2 സെപ്പറേറ്റ് ബൗൾസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിത് ഈക്വലായിട്ട് അങ്ങ് മാറ്റുകയാണ്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ എടുക്കുന്ന ഒന്നിനകത്തും വെള്ളം നനവ് ഉണ്ടാകാനായിട്ട് പാടില്ല. ഇപ്പോൾ ഞാൻ 2 ബൗളിലും ഈക്വലായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു ബൗളിലുള്ളത് ചോക്ലേറ്റ് ഫ്ലേവർ ആക്കാനായിട്ടാണ്. അതിനായിട്ട് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഗ്രൈൻഡറിനകത്ത് ഞാൻ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പം നമ്മുടെ ഹോർലിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ചോക്ലേറ്റ് ഫ്ലേവറും ഒന്ന് നോർമൽ ഫ്ലേവറുമാണ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് വളരെ എളുപ്പത്തിൽ വെറും 5 മിനിറ്റ് മാത്രം മതിയായിരിക്കും ഇതിന്. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇനി ഇത് ചൂട് പാലിനകത്തൊന്ന് മിക്സ് ചെയ്ത് കാണിക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ 1 ഗ്ലാസ് പശുവിൻ പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചോക്ലേറ്റ് ഫ്ലേവർ 2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് പഞ്ചസാര അഡീഷണലായിട്ട് വേണമെങ്കിൽ അഡീഷണലായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ സെയിം ടേസ്റ്റ് തന്നെ കിട്ടത്തില്ല. എന്നാലും ഓൾമോസ്റ്റ് ഒരു 75% അതേ ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വെറും 5 മിനിറ്റിലാണ് നമ്മൾ തയ്യാറാക്കി എടുത്തേക്കുന്നത്. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക. പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.